ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, 3 കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ലെങ്കിൽ ഞാൻ മരണം കൊതിക്കുമായിരുന്നു. ആ 3 കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് മഹാനവറുകൾ പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രയാണ്. ആ യാത്രയെ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ലെങ്കിൽ ഞാൻ മരണം കൊതിക്കുമായിരുന്നുവെന്ന പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഖുൽ സീറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കണം. അത് ആണാകട്ടെ പെണ്ണാകട്ടെ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കണം. പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ കാണണം. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില നിയമാവലികളുണ്ട്. യാത്ര പോകുമ്പോൾ എങ്ങനെ പോകണം, മുസ്ലിമാണോ ഇസ്ലാമുള്ളവനാണോ, പ്രിയപ്പെട്ടവരെ അവർക്ക് എങ്ങനെ യാത്ര ചെയ്യണം, ഏതൊക്കെ രീതിയിലായിരിക്കണം, എന്തൊക്കെ നിബന്ധനകൾ പാലിക്കണം, നിസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്നെല്ലാം പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ നബീസവുമ്മ യാത്ര പോയത് വിവാദമാക്കിയ ഒരുപാട് ആളുകളും സോഷ്യൽ മീഡിയകളും വാർത്താ മാധ്യമങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. യാത്ര പോകണ്ട എന്ന് ആരോടും നമ്മൾ പറയുന്നില്ല. ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞത് യാത്ര പോകണമെന്ന, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ കാണണമെന്ന. പക്ഷേ അതിന് ചില നിയമങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്, അത് പാലിക്കണം, അത് പാലിക്കപ്പെടണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിനിമാ താരങ്ങളൊക്കെ അവരുടെ മുഖങ്ങൾ കാണിച്ചുകൊണ്ട് അഭിനയിക്കുന്നു, മറ്റു രീതികളിലൊക്കെ അഭിനയിക്കുന്നു, ഉസ്താദ് എന്താ അതിനെക്കുറിച്ച് പറയാത്തത്? പ്രിയപ്പെട്ടവരെ, മുസ്ലിമായി ജീവിക്കുന്നവരും അത് അനുസരിക്കാൻ ബാധ്യസ്ഥരുമായ ആളുകളോടാണ് നമ്മൾ ഇത് പറയുന്നത്. ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, ഞാൻ അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന ആളുകളോട് നമുക്ക് എന്ത് പറയാനാണ്? അതുകൊണ്ട് യാത്ര ചെയ്യണം എന്ന് തന്നെയാണ് ഏതൊരു പണ്ഡിതനും പറയുന്നത്. യാത്ര നമ്മൾ ധാരാളം ചെയ്യണം പ്രിയപ്പെട്ടവർ, അപ്പോഴേ നമ്മുടെ മനസ്സ് സമാധാനമാകും. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. അപ്പോഴും മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ പാലിക്കപ്പെടേണ്ട മര്യാദകളും അദബുകളും നമ്മൾ പാലിച്ചിരിക്കണം എന്ന് മാത്രം.